ഞാനിപ്പോൾ നിൽക്കണത് തൃച്ചി സേലം റൂട്ടിലാണ്. ചെന്നൈയിൽ നിന്ന് ഇവിടെ എത്തി. ഈ തൃച്ചിക്ക് ഇവിടുന്ന് ഒരു 150-160 കിലോമീറ്റർ ഉണ്ട്. തൃച്ചി കഴിഞ്ഞ് പോകണം എൻ്റെ ലോഡ് ഇറക്കണമെങ്കിൽ. ബൈപ്പാസാണ്. ഞാൻ കാണുന്നൊരു കോളേജാണ്, VRS കോളേജ് ഓഫ് എഞ്ചിനീയറിങ് ആൻഡ് ടെക്നോളജി. അതിൻ്റെ കോളേജ് അത് കാണുന്നത് കേട്ടോ. ഒരു അച്ഛനും മോനും പാടത്ത് പണിയെടുക്കണമെങ്കിൽ അവിടെ നമ്മളവിടെ കാണും. അതൊക്കെ അപൂർവത്തിന് കാണുള്ളൂ. പാട കൃഷിയുടെ ഉണട്ടത്. ഇതന്നെ റോഡ് നമ്മുടെ തൃച്ചിക്കുള്ള, തൃച്ചി സേലം കോയമ്പത്തൂർ അങ്ങനെ പോവാം. ഇത് ചെന്നൈ അങ്ങനെ പോണ റൂട്ട്. ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നല്ല. ഞാൻ യാദൃശ്ചികമായിട്ട് ഒരാളെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി കണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് ആളെടുത്ത് സംസാരിക്കാനോ ആൾക്കൊരു ഭക്ഷണം എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനോ പറ്റിയില്ല. പെട്ടെന്ന് കണ്ടു. കാരണം നമ്മുടെ വണ്ടി അവിടെ ഒതുക്കാൻ പറ്റാത്ത സ്ഥലമാണ്. കാരണം ഇവിടെ റോഡ് പണി നടക്കുക ഈ ബൈപ്പാസിൽ. ആ സ്ഥലത്ത് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വേറെ ആരല്ല, ഉണ്ണിക്കണ്ണൻ മംഗലം. ആളെ പെട്ടെന്നാണ് ഇപ്പോൾ കണ്ടത്. അതായത് സൈഡിൽ നെല്ല് കയറ്റുണ്ട്. അതിൻ്റെ ഇടയിൽ ആൾ വിജയുടെ ഫോട്ടോ കഴുത്തിലിട്ടിട്ട് ഇങ്ങനെ നടക്കുക. ഞാൻ എന്തിട്ട് മനസ്സിലാണെങ്കിൽ ആകെ വിഷമമായിപ്പോയി. കാരണം പൈസ കൊടുത്ത ആൾ മേടിക്കില്ല. അപ്പം എന്തെങ്കിലും മേടിച്ച് കൊടുക്കാന്നുള്ള കഴിഞ്ഞാൽ വണ്ടി എനിക്ക് കടന്നും പോകും. എനിക്കൊരു മനസ്സ് കിടന്നിട്ട് ഭയങ്കര ഒരു വിഷമം. കാരണം നമ്മളിലൊക്കെ പൈസ ഉണ്ടായിട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം വണ്ടി കൊണ്ട് പോയിട്ട് ലോഡ് കയറ്റാൻ കമ്പനിയിൽ കയറിയിട്ട് ഭക്ഷണമില്ല വെള്ളമില്ലാണ്ട് പെട്ടുപോയിട്ടുണ്ട്. ആ ഒരു അന്തരീക്ഷം ആ വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പാവമാണ്. കണ്ടിട്ട് ആ പ്രാക്കുവന്നി. ദൈവം അതിൻ്റെ കൂടെ ഉണ്ടാവും. വിജയൻ എന്തായാലും ആൾ കാണും. വിജയനെ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ആൾ പോകണം. കാലും ഒരു മുഴയുണ്ടായിട്ട് അത് പൊട്ടി അതാകെ ഇതായിട്ട് അതും വെച്ച് ആൾ പോവാണ്. ആൾക്ക് ദൈവം വിജയനെ കാണാനുള്ള ഇത് കൊടുക്കട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് പറയാ, പെട്ടെന്ന് ഇവ കണ്ടുപോയതാണ്. ഇത് ചെയ്യാനും പറ്റില്ല. ഒരു ചായ അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളമോ എന്തെങ്കിലും നമ്മളെ കയ്യിൽ നിന്ന് മേടിച്ചു കൊടുക്കാൻ പറ്റില്ലെന്നുള്ളൊരു വിഷമം എനിക്കുണ്ട് ഇപ്പോൾ. കാരണം പെട്ടെന്ന് ആളെ കാണുകയും ചെയ്തു. വണ്ടി ഒതുക്കാനും പറ്റാത്ത അവസ്ഥയായി. വണ്ടി ഒതുക്കിയാൽ ബാക്കി വരുന്ന വണ്ടിക്കാർ ചിലപ്പോൾ വണ്ടി തട്ടും. ഒന്നാമത് ഈ കാറുകാരും ബൈക്കാർക്കൊരു കോമൺ സെൻസ് ഇല്ല. ഒരു വണ്ടി ചവിട്ടണം അല്ലെങ്കിൽ ആ വണ്ടിനെ എത്ര ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്ത് പോകണം എന്നുള്ളൊരു ചിന്ത ഈ കാറുകാർക്കും ബൈക്കാർക്കും ഇല്ല. അത് ലോറിക്കാർക്കും ബസ്സുകാർക്കും ഒഴിച്ച്. ചില ബസ്സുകാർ പിന്നെ ഭ്രാന്തമോട്ടം കാണിച്ച് തട്ടണം മുട്ടൊക്കെ ഉണ്ട്. അതല്ലാത്ത ആൾക്കാരുണ്ട്. അവരൊരു വണ്ടിനെ കീപ്പ് ചെയ്ത് പോവുക. അതായത് ഒരു ഡ്രൈവർ ഉത്തരവാദിത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില വീഡിയോകൾ പറയാറില്ലേ, കണ്ണും കാതും കൈയും കാലും ഇത് നമ്മുടെ മനസ്സ് എല്ലാം ഷാർപ്പായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ജോലിയാണ് ഈ ഡ്രൈവിങ് എന്ന് പറഞ്ഞാൽ. ഈ കാറുകാർക്കും ഈ ബൈക്കാർക്കും അതില്ല. അവർ മൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വയ്ക്കും, ഓണടി കൊടുക്കും. ഇത് കുറേ ആകുമ്പോൾ ഈ വണ്ടിയിലിരിക്കുന്ന ഡ്രൈവർക്ക് പ്രാന്താവും. പ്രാന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളി പൊട്ടാന്നൊക്കെ പറയില്ലേ, ആ സിറ്റുവേഷനാവും. ഈ കാറുകാർക്ക് ഈ ബൈക്കാർക്ക് അവർ നമ്മളോട് പറയും, നമുക്കൊന്ന് കോമൺ സെൻസ് ഇല്ലടാന്ന് ചോദിക്കും നമ്മളോട്. ഈ പറയുന്ന വ്യക്തികൾക്ക് ഒരു കോമൺ സെൻസും ഇല്ല. അവർക്ക് ബോധം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ, ഒരു വണ്ടിനെ മൂട്ടി കൊണ്ട് നിർത്തുന്നതിനൊരു മര്യാദ വേണ്ടേ, അതുപോലും ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നങ്ങളുണ്ട്. നമ്മൊരു വണ്ടിനെ മൂട്ടി പിടിക്കുമ്പോൾ അതിനൊരു ഡിസ്റ്റൻസ് വെക്കണം. അത് ചവിട്ടോ അല്ലെങ്കിൽ അത് ബ്രേക്ക് അടിക്കുമോ. കാരണം റോട്ടിൽ കൂടെ നമ്മൾ പോകണം. ഒരു സൈക്കിളാർ അല്ലെങ്കിൽ ഒരു പ്രായം ചെന്ന ഒരാൾ ക്രോസ് ചെയ്യണോ
ഒക്കെ എന്നുള്ള ചിന്ത ആർക്കില്ല. എല്ലാ വണ്ടികളും ലോറിക്കാരെ മൂട്ടിലാണ് പിടിച്ചു വയ്ക്കും. ലോറിക്കാരെ അവിടെ ചേട്ടും പിന്നെ ലോറിക്കാർക്ക് ഇല്ലാത്ത ചീത്തകളില്ല. ചീത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെവിയിൽ പഞ്ഞി തിരികെ കയറ്റി വെക്കേണ്ടി വരും. ആ ജാതി വർത്തമാനങ്ങൾ പറയാം. നമ്മ എന്തെങ്കിലും പറഞ്ഞാലോ നമ്മളെ കുറ്റം. അവൻ കള്ളുപിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവൻ വല്ല ഇതടിച്ചിട്ടുണ്ടാവും. ചിലർ ഇത് ചെയ്യാതെ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ അപൂർവമുള്ളൂ കേട്ടോ. പരമാവധി ലോറിക്കാർ, ഞാൻ ലോറി ഓടിക്കേണ്ടതിൽ പറഞ്ഞതല്ല, അവരുടെ സേഫ്റ്റിയും മറ്റുള്ളവരുടെ സേഫ്റ്റിയും നോക്കിയിട്ട് അവനെ ഒതുക്കാറുള്ളൂ. അതുവരെ അവൻ ഇങ്ങനെ പോവും. കാരണം അവൻ്റെ വണ്ടിയിലിരിക്കുന്ന ലോഡ് അവൻ എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം. ആ ഒരു ഉത്തരവാദിത്തം അവനുണ്ട്. അത് 100% ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് പറഞ്ഞു വന്ന ഈ ഉണ്ണിക്കണ്ണൻ്റെ കേസാണ്. എനിക്ക് അങ്ങോട്ട് ഭയങ്കര വിഷമമായി പോയി. എന്തിപ്പം പറയാം, അത് എന്നെപ്പോലെ മനസ്സിലാക്കുന്നതെന്ന് അറിയാം. എൻ്റെ വിഷമം കടന്നു കഴിയുകയും ചെയ്ത് ആളെ കാണുകയും ചെയ്തു. ചവിട്ടാനും പറ്റില്ല, ഒതുക്കാനുള്ള സ്ഥലമില്ല. ഒരു 1 കിലോമീറ്റർ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് നിർത്തിന് വേണ്ടി 2-3 കിലോമീറ്റർ നടത്തി എൻ്റെ കാല് വയ്യാത്തതാണ്. അത്ര ഇത് നടക്കണം. പിന്നെയാണ് ഈ പട്ടികൾക്ക് ഒരു സുഖമാണ്. നമ്മുടെ നാട്ടിലെ പട്ടികളല്ല, ഇവിടുത്തെ പട്ടികളൊക്കെ. തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര പട്ടികളൊക്കെ മുണ്ടെടുത്തവരെ കണ്ടു കഴിഞ്ഞാൽ അപ്പം കുറയ്ക്കും പട്ടികൾ. ഒരാൾ കുറച്ചാൽ മതി, ബാക്കി എല്ലാ എണ്ണം പിന്നാലെ വരും. പിന്നെ അവനുള്ള പണിയാണ്. അപ്പം ഞമ്മ ഈ മുറിയും വെച്ചങ്ങനെ ചെല്ലുമ്പോൾ ഒരുത്തം കുറയ്ക്കുമ്പോൾ എല്ലാവരും കൂടി പേടിക്കുക. ഞാൻ ആ ഭാഗത്ത് തന്നെ കടി കിട്ടിയ പെട്ടിയില്ലേ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഉണ്ണിക്കണ്ണന് എല്ലാവരും പ്രാർത്ഥിക്കുക, വിജയനെ കാണാനൊരു ഭാഗ്യം ഉണ്ടാവട്ടെ. കാരണം ഇത്രയും ദൂരം നടന്ന് എനിക്ക് ഞങ്ങൾ എന്നിട്ട് പറയാറബ്ബ വാക്കളില്ല. എന്തോ ഒരു കുപ്പി വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ ദൈവമേ എന്നുള്ളൊരു വിഷമമുള്ളൂ. ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് 10 കിലോമീറ്റർ വന്നിട്ട് ഒതുക്കിയിട്ടാണ് പറയണേ. ഞങ്ങളുടെ ആരെങ്കിലും ഇത് കണ്ടിട്ട് ആളെ കാണണമെങ്കിൽ എന്തെങ്കിലും പറ്റുന്നത് മേടിച്ചു കൊടുക്കുക. ആരെങ്കിലും കാണാണ്ടിരിക്കില്ല. മലയാളം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടിട്ടുള്ളതല്ലേ ആളൊക്കെ. വേറെ വീടുകളിലതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഞാൻ അല്ലെങ്കിൽ തന്നെ വേറെ ആരെങ്കിലും ദൈവം നമ്പരാൻ അവിടെ കൊണ്ടുണ്ടാവും. കാരണം ഞാൻ ഒരാൾക്കൊരു ദാനം ചെയ്യുമ്പോൾ അത് ആ വ്യക്തി തന്നെ എനിക്ക് തരണമെന്നില്ല. അത് ദൈവ നമ്പരൻ ഏതെങ്കിലും വഴിക്ക് അത് എത്തിക്കും. അത് വിധിച്ചിട്ടുണ്ട് കേട്ടാ എന്ന് പറഞ്ഞാൽ ഉണ്ണിക്കണ്ണനെ എനിക്കത് ചെയ്യാൻ പറ്റില്ല വിഷമമുള്ളൂ. പക്ഷെ അത് ദൈവം തമ്പുരാൻ എൻ്റെ ഇത് കേട്ടിട്ടുണ്ടാവും. അത് ഏതെങ്കിലും വഴിക്ക് അവനെ എത്തിക്കട്ടെ. കാരണം ഒരു കുപ്പി വെള്ളം നമുക്കൊരാൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടി വലിയൊരു പുണ്യം വേറെ ഇല്ല കേട്ടോ ഈ ലോകത്ത്. എന്തോരം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. കാരണം ഉണ്ടാക്കി വെച്ചോന് ടെൻഷനാവും. പിന്നെ ഒരു കാര്യമുണ്ട്, ഒന്നുമില്ലാത്തവൻ്റെ വീട്ടിൽ അസുഖങ്ങളുണ്ടാവില്ല, ഉള്ളവൻ്റെ വീട്ടിൽ അസുഖങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം ദൈവം തമ്പുരാൻ ആ പണം ചിലവാക്കാൻ വേണ്ടിയിടണം, ആ അസുഖങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഉണ്ണിക്കണ്ണൻ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യട്ടെ. കാരണം ആ കാലും വെച്ചിട്ട് ഇങ്ങനെ നടക്കണം പ്രാക്ക്. ഞങ്ങൾക്ക് കണ്ടിട്ട് വിഷമമായിപ്പോയി. അപ്പോൾ ഓക്കെ, ബായ്. ഇത് കാണുമ്പോൾ ഉണ്ണിക്കണ്ണനെ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുക. ആരെങ്കിലും ഒന്ന് കണ്ടിട്ട് ആൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കട്ടെ. എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമമുള്ളൂ, ഒരു കുറ്റബോധം. അപ്പോൾ ശരി കേട്ടോ.